നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ശത്രുക്കളെ തകർക്കുന്ന ഫൈറ്റർ ജെറ്റുകളും ബോംബർ വിമാനങ്ങളുമാണ്, അല്ലേ? എന്നാൽ ശരിക്കും യുദ്ധം ജയിക്കുന്നത് ഇവരാണോ? അല്ല. യുദ്ധം ജയിക്കണമെങ്കിൽ കൃത്യസമയത്ത് ആയുധങ്ങളും സൈനികരും ഭക്ഷണവും യുദ്ധമുഖത്ത് എത്തണം. അതിന് സഹായിച്ച ചില റിയൽ ഹീറോകളുണ്ട്: ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയെഴുതിയ ഏറ്റവും മികച്ച 11 ട്രാൻസ്പോർട്ട് വിമാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ വിമാനമാണ് ലോകമഹായുദ്ധം തന്നെ ജയിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വീഡിയോ മുഴുവനായി കാണുക. നമ്പർ 11, മെസ്സർഷ്മിറ്റ് മീ 321 323 ഗിഗാന്റ്. ബ്രിട്ടനെ ആക്രമിക്കാൻ ജർമ്മനി നിർമ്മിച്ച ഒരു കൂറ്റൻ ഗ്ലൈഡർ ആയിരുന്നു ഇത്. എന്നാൽ ഇത് പറത്താനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നീട് 6 എഞ്ചിനുകൾ ഘടിപ്പിച്ച് ഇതൊരു വിമാനമാക്കി മാറ്റി. ഇന്നത്തെ വലിയ കാർഗോ വിമാനങ്ങളുടെയൊക്കെ വലിയപ്പനാണ് ഈ വിമാനം. നമ്പർ 10, ജങ്കേഴ്സ് JU-90-290. ഇന്ന് നമ്മൾ കാണുന്ന കാർഗോ വിമാനങ്ങളുടെ പുറകിലൂടെ വണ്ടികൾ കയറ്റുന്ന ലോഡിംഗ് റാമ്പ് സംവിധാനം ആദ്യമായി കൊണ്ടുവന്നത് ഈ ജർമ്മൻ വിമാനത്തിലാണ്. നമ്പർ 9, ആവ്രോ യോക്ക്. പ്രശസ്തമായ ലാൻകാസ്റ്റർ ബോംബറിന്റെ ഭാഗങ്ങൾ വെച്ച് നിർമ്മിച്ച ഈ വിമാനമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഉൾപ്പെടെയുള്ള VIP-കൾ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. നമ്പർ 8, സെവോയ മാർക്കറ്റി കങ്കാരു. ഇറ്റലി നിർമ്മിച്ച ഏറ്റവും മികച്ച വിമാനം. നമ്പർ 7, കേർട്ടിസ് C-46 കമാൻഡോ. അമേരിക്കയുടെ ഈ ഇരട്ട എഞ്ചിൻ വിമാനത്തിന്റെ കരുത്ത് അപാരമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ഹിമാലയത്തിന് മുകളിലൂടെയുള്ള അപകടം പിടിച്ച റൂട്ടുകളിൽ സാധനങ്ങൾ എത്തിച്ചത് ഈ വിമാനമാണ്. നമ്പർ 6, ജങ്കേഴ്സ് JU-52-3M. 3 എഞ്ചിനുകളുള്ള ഈ വിമാനമായിരുന്നു ജർമ്മൻ സൈന്യത്തിന്റെ നട്ടെല്ല്. സൈനികരെ കൊണ്ടുപോകാനും സാധനങ്ങൾ എത്തിക്കാനും ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഇതിനെയാണ്. നമ്പർ 5, ഡഗ്ലസ് C-54 സ്കൈമാസ്റ്റർ. അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ ഔദ്യോഗിക വിമാനമായിരുന്നു ഇത്. യുദ്ധത്തിനു ശേഷം ജർമ്മനിയിലെ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് മിഠായികൾ ഇട്ടുകൊടുത്ത കാൻഡി ബോംബർ എന്ന പേരിലും ഇത് പ്രശസ്തമായി. നമ്പർ 4, ലോക്ഹീഡ് C-69 കോൺസ്റ്റലേഷൻ. ആ കാലത്തെ ഏറ്റവും ആഡംബരവും സാങ്കേതിക തികവുമുള്ള വിമാനം. പ്രഷറൈസ്ഡ് ക്യാബിനും മണിക്കൂറിൽ 340 മൈൽ വേഗതയും ഇതിനുണ്ടായിരുന്നു. നമ്പർ 3, എറാഡോ AR-232. ഇതൊരു വിചിത്രമായ വിമാനമാണ്. 11 ജോഡി ചെറിയ ചക്രങ്ങൾ ഇതിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ തേരട്ട എന്നാണ് വിളിച്ചിരുന്നത്. ഏത് മോശം ഗ്രൗണ്ടിലും ഇറങ്ങാൻ ഇതിന് കഴിയുമായിരുന്നു. നമ്പർ 2, മിലിറ്ററി ഗ്ലൈഡറുകൾ. എഞ്ചിനില്ലാത്ത വിമാനങ്ങളാണ് ഗ്ലൈഡറുകൾ. മറ്റു വിമാനങ്ങൾ ഇവയെ കെട്ടിവലിച്ചു കൊണ്ടുപോയി ആകാശത്ത് വെച്ച് അഴിച്ചുവിടും. യാതൊരു ശബ്ദവുമില്ലാതെ ശത്രുപാളയത്തിൽ കൃത്യമായി ലാൻഡ് ചെയ്ത് സൈനികരെയും ടാങ്കുകളെയും വരെ ഇറക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. നമ്പർ 1, ഡഗ്ലസ് C-47 ഡക്കോട്ട. അമേരിക്കൻ ജനറൽ ഐസൻഹവർ പറഞ്ഞത് സഖ്യകളികളെ ഈ യുദ്ധം ജയിപ്പിച്ചത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ ഡക്കോട്ട വിമാനമാണ് എന്നാണ്. നോർമൻഡിയിലടക്കം 10,000-കണക്കിന് പാരച്യൂട്ട് ഭടന്മാരെ ശത്രുമുഖത്തിറക്കിയതും ആയുധങ്ങൾ എത്തിച്ചതും ഈ വിമാനമാണ്. 10,000-ലധികം ഡക്കോട്ടകളാണ് അന്ന് നിർമ്മിച്ചത്. യുദ്ധമെന്നത് വെടിയുണ്ടകളുടെ മാത്രം കാര്യമല്ല, അത് കൃത്യമായ പ്ലാനിങ്ങിന്റെയും ലോജിസ്റ്റിക്സിന്റെയും കൂടിയാണ്. എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഈ 11 വിമാനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.